റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടോ അത് മുഴുവനും നമുക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റജബിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ വിളിച്ചിട്ട് പറയുമത്രേ, എൻ്റെ അടിമകളോട് നിങ്ങൾ വിളിച്ചു പറയണം, റജബ് സഹീ, റജബ് എൻ്റെ മാസമാണ്, വറഹ്മത്തു റഹ്മതി, റഹ്മത്ത് എൻ്റെതാണ്, അനുഗ്രഹം എന്നിൽ നിന്നാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ മലക്കിനോട്, ഔദാര്യം എന്നിലാണ്, അതുകൊണ്ട് എൻ്റെ അടിമകളോട് നിങ്ങൾ പറയണം, ഈ മാസത്തിൽ എന്നോട് ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന എല്ലാ അടിമകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അവരോട് നിങ്ങൾ സന്ദേശം അറിയിക്കണമെന്ന് റജബിന്റെ എല്ലാ ദിവസത്തിലും ഒരു മലക്കിനോട് വിളിച്ചു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഭാവി പ്രവർത്തനങ്ങളെ നിർണയിക്കുന്നതിന് വേണ്ടി, ദീനിന്റെ യഥാർത്ഥ വഴിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ വിശുദ്ധമായ വഴികളിൽ നിന്ന് പുതിയ തലമുറ തെറ്റി സഞ്ചരിക്കുമ്പോൾ നേരിന്റെ നേർപാതയിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നാം കൂടിയിരുന്ന് ആലോചിക്കുന്നതിന് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോ സമയങ്ങളും അല്ലാഹു വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ സന്ദേശം കേട്ട് നമ്മുടെ ദോഷങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുന്നി യുവജന സംഘം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നമ്മുടെ സർവാധരണീയരായ നേതാക്കന്മാർ പുതിയ സാഹചര്യത്തിന്റെ ഒഴിപ്പുകളും ദിശകളും തിരിച്ചറിഞ്ഞ് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ നേതൃത്വത്തിനുള്ള കർത്തവ്യം നിർവഹിക്കുക എന്ന വലിയ ദൗത്യ നിർവഹണം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമുദായം വഴിപിഴക്കുന്ന സമയത്ത് അവരെ ദിശാബോധത്തിലേക്ക് എത്തിക്കൽ ഒരു സംഘടനാ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെയൊക്കെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മഹാരഥന്മാരായ സുന്നി യുവജന സംഘത്തിന്റെ ജില്ലയുടെയും മണ്ഡലത്തിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ നേതാക്കന്മാർ ഈ ഒരു രാത്രി നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഒരു പരിപാടി മാത്രമല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോട്ടക്കലിൽ കാവതികുളത്ത് നജ്മുൽ ഹുദാ സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഈ സംഗമയാത്ര ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇതേ സമയത്ത് തന്നെ വെളിയങ്കോട് ഉമർ ഖാദിയുടെ നാട്ടിലും വളരെ പ്രൗഢമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വ്യതിചലനങ്ങളിലേക്ക് പോകുമ്പോൾ, വ്യതിയാനങ്ങളിലേക്ക് പോകുമ്പോൾ, അനിസ്ലാമികമായ പ്രവണതകളിലേക്ക് അവർ പുകുത്തുമ്പോൾ അവരെ നേരിന്റെ മാർഗത്തിൽ നിർത്തുക എന്ന വലിയ ദൗത്യ നിർവഹണമാണ് ഈ മീറ്റ് ആൻഡ് ട്രീറ്റ് എന്ന പരിപാടിയിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും അങ്ങനെയാണ്. കേവലം ഒരു സംഘടനാ വിഷയത്തിൽ മാത്രമല്ല, വിശ്വാസപരമായ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വ ബോധത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ സമാധാനപരമായ ബോധത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദപരമായിട്ടുള്ള ബോധത്തിൽ നിന്ന് ഈ സമുദായം വ്യതിചലിക്കുന്നിടത്തൊക്കെ നമ്മുടെ മഹാരഥന്മാരായ നേതൃത്വം അതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം കേവലം ഒരു സംഘടനാപരമായ വിഷയത്തിൽ മാത്രമല്ല സമൂഹത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആത്മീയമായി അവരെ വൈദഗ്ധ്യമുള്ള അവരെ നന്നാക്കുവാൻ, ധാർമ്മികമായി അവരെ പിഴക്കുമ്പോൾ അവരെ നന്നാക്കുവാൻ, ആദർശപരമായി അവരെ വഴിപിഴക്കുമ്പോൾ അവരെ നന്നാക്കുവാൻ, ഇലാഹിയായ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദങ്ങളിലേക്കും മറ്റു പ്രത്യായ ശാസ്ത്രങ്ങളിലേക്കും കമ്മ്യൂണിസം പോലെയുള്ള ഇസങ്ങളിലേക്കും ഒക്കെ ഈ സമുദായം വഴിതെറ്റുന്ന സമയങ്ങളിലൊക്കെയും നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ദീർഘകാല നേതൃത്വം നൽകിയ
മഹാനായ നേതാവാണ് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരോട് കൂടെ സ്വർഗ്ഗം പുൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാമനുഷ്യൻ നമ്മളോട് വിട പറഞ്ഞത് വിശുദ്ധമായ റജബിന്റെ 1 രാത്രിയിലാണ്. റജബ് മാസത്തിലാണ് മഹാനവറുകൾ വിട പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് കൂടിയതും റജബിലാണ്. മഹാനായ തങ്ങളവറുകൾ ഒരുപാട് കാലം നേതൃത്വം നൽകി ജനകീയമാക്കിയ സുന്നി യുവജന സംഘം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടി റജബിന്റെ അനുഗ്രഹീതമായ രാത്രി നാം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് തങ്ങളെ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിൽ അശാന്തി വിധിച്ച ഒരു സമയം, കലഹങ്ങളും കലാപങ്ങളും ഉടലെടുത്തിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. SYSന്റെ അമരക്കാരനായ അന്നത്തെ നേതൃത്വം മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ യാത്രയുടെ പേര്? ഞാനിങ്ങനെ പറയുന്നത് ആൾക്കാർ മുഖത്ത് പെട്ടാം, പക്ഷെ കൈകൂടി പടമാണ്. അപ്പൊ അങ്ങനെ നടത്തിയ യാത്രയുടെ ഒരു പേര് നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഈ മറവി നല്ലതുമാണ് ദോഷമാണ്. ചില കാര്യങ്ങൾ മറക്കാതിരുന്ന വലിയ പ്രശ്നമാണ്, എന്ത് മറന്നാലും പ്രശ്നമാണ്. രണ്ടും അനുഗ്രഹമാണ്. ശാന്തി യാത്ര അല്ലെ? മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ശാന്തി യാത്ര. ശാന്തി യാത്രയുടെ ഉദ്ദേശം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശദീകരിക്കലായിരുന്നില്ല. ശാന്തി യാത്രയുടെ ഉദ്ദേശം നമ്മുടെ സംഘടനാപരമായ മറ്റു നയവിശദീകരണമായിരുന്നില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിൽ മനുഷ്യർക്കിടയിലുണ്ടായ മാനസികമായ അകൽച്ചയെ, ആ അകൽച്ചയെ മാറ്റി അവർക്കിടയിൽ വീണ്ടും കോർത്തെടുക്കുക, അവരെ ഒന്നിച്ചു നിർത്തുക. മനുഷ്യർക്കിടയിൽ മതത്തിന്റെ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ച് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ കക്ഷികൾക്കുമിടയിൽ സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും വിശുദ്ധമായ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അന്ന് ശാന്തി യാത്ര സംഘടിപ്പിച്ചത്. ഞാനത് എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ സംഘടന ആദർശ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ, നമ്മുടെ സംഘടന മുർത്തദ്ദാകുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ, നമ്മുടെ സംഘടന ധാർമ്മികമായ ബോധം നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ, നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാകുന്ന എല്ലാ വിഷയത്തിൽ നിന്നുകൂടെ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സംഘടന നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും. NRCCA വിഷയം വന്നപ്പോൾ കോഴിക്കോട്ടെ പ്രതിശാലമായ കടപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരെ, നമ്മുടെ മഹാനന്ദന്മാരായ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി വലിയ ഒരു സംഘം നമ്മൾ അവിടെ നടത്തി. ഞാൻ പറയുന്നത് കേവലം ആദർശപരമായ വിഷയത്തിൽ മാത്രമല്ല ഒരു സംഘടന നമുക്ക് നേതൃത്വം നൽകുന്നത്. രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, നാടിന്റെ സമാധാനത്തിന് വേണ്ടി, രാജ്യത്തെ കാത്തു സൂക്ഷിച്ചു വന്ന വിശുദ്ധമായ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതൃത്വം ഇന്ന് വരെ പക്വമായി നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇസ്സത്തോടുകൂടെ അത് അനുസൃതം നമ്മുടെ നാട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കണം. അത് മുന്നോട്ട് പോകുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളാണ് വളരെ ത്യാഗം ചെയ്ത് കർമ്മോത്സകനായി നമ്മുടെ മീറ്റാൻ ട്രീറ്റിന്റെ നായകൻ സയ്യിദ് ബഹുമാനപ്പെട്ട